Hi guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കളർ ഗ്രേഡിംഗ് സീരീസിൻ്റെ എപ്പിസോഡ് 6th വീഡിയോ ആണ്. ആൻഡ് ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റീവ് ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക് കറക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ആൻഡ് ഇനി നമുക്ക് ക്രിയേറ്റീവ് ടാബിനെ കുറിച്ച് നോക്കാം. ആൻഡ് ഇതിലെ ഓപ്ഷൻസിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു വീഡിയോയിലെ അല്ലെങ്കിൽ ഇമേജിലെ ഷാഡോസ്, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയായിരുന്നു. ആൻഡ് ആ വീഡിയോയിൽ ഞാനൊരു ഗ്രാഫ് കാണിച്ചു. ആൻഡ് ആ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും ബ്ലാക്സിൽ നിന്ന് വൈറ്റ്സിലേക്ക് പോകുന്നൊരു ഗ്രാഫാണിത്. ആൻഡ് നമുക്ക് ഒരിക്കലും ഒരു ഇമേജിൽ നോക്കിയിട്ട് ഇതാണ് ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഇതാണ് ഷാഡോസ്, ഇതാണ് ബ്ലാക്സ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആൻഡ് ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഫ്ലോ ആണ്. ബ്ലാക്കിൽ നിന്നും വൈറ്റിലേക്കുള്ള ഒരു ഫ്ലോ ആണ്, ഒരു ഗ്രേഡിയൻ്റ് ആണ്. സംടൈംസ് നമ്മൾ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേനും വൈറ്റ്സ് അല്ലെങ്കിൽ മിഡ് ടോൺസ് മാറും. ആൻഡ് ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ബ്ലാക്സ് ആൻഡ് മിഡ് ടോൺസ് ഒക്കെ ചേഞ്ച് ആവും. സോ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഇമേജിലെ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഷാഡോസ്, മിഡ് ടോൺസ്, ബ്ലാക്സ്, വൈറ്റ്സ് ഇതാണെന്ന് കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ലട്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ ലുക്ക് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള ലട്സ് കാണാം. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യാം. സോ ഞാൻ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലട്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും ആൻഡ് ലട്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ബേസിക് കറക്ഷനിൽ പറഞ്ഞായിരുന്നു നമ്മളിവിടെ ഇൻപുട്ട് ലട്ട് ഓപ്ഷനിൽ ഒരിക്കലും ലുക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലട്ട് അപ്ലൈ ചെയ്യല്. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കളർ കറക്ഷൻ ആണ്, ഒരിക്കലും കളർ ഗ്രേഡിംഗ് അല്ല. അതാണ് ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ നമ്മളിവിടെ ലുക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ആൻഡ് ക്രിയേറ്റീവ് ടാബിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഒരിക്കലും ബേസിക് കറക്ഷനിൽ ഇൻപുട്ട് ലട്ടിൽ നമ്മൾ ലുക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലട്ട് അപ്ലൈ ചെയ്യല്. ഈവൻ നമ്മുടെ വീഡിയോ സ്റ്റാൻഡേർഡ് പ്രൊഫൈലിൽ എടുത്താണെങ്കിൽ പോലും ലുക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലട്ട് ഇവിടെ അപ്ലൈ ചെയ്യല്. ബിക്കോസ് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആൻഡ് ക്രിയേറ്റീവ് ടാബിൽ നമ്മൾ ലട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ലട്ട് സെലക്ട് ചെയ്തിട്ട് നണ്ണ് കൊടുക്കുവാണ്. ആൻഡ് ഇവിടെ താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ പ്രീവ്യൂ വിൻഡോ കാണാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ലട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം. ആൻഡ് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അതിവിടെ അപ്ലൈ ആയിക്കോളും. നമ്മളിവിടെ വന്നിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രീവ്യൂ കണ്ടിട്ട് നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു കസ്റ്റം ലട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ ലുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ലട്ട് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ആൻഡ് ആ ലട്ട് വീഡിയോയിൽ അപ്ലൈ ആയിക്കോളും. ആൻഡ് ഓൾസോ നമ്മുടെ ലട്ട് പ്രീമിയറിൽ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ തൽക്കാലം ലട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, നൺ കൊടുക്കുവാണ്. ആൻഡ് അടുത്തായിട്ട് ക്രിയേറ്റീവ് ടാബിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം വീഡിയോയ്ക്ക് ഒരു ഫെയ്ഡഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ഈ സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ഫെയ്ഡ് ആണെന്ന് കാണാം. ആൻഡ് അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫെയ്ഡഡ് ലുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെയ്ഡഡ് ലുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഷാർപ്നെസ്സിൻ്റെ വാല്യൂ ഞാൻ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ഇത് വീഡിയോ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് 0 വാല്യൂ. ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ സോഫ്റ്റ് ആകുന്ന കാണാം. ആൻഡ് ഞാൻ ഷാർപ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ഷാർപ്പ് ആവും, അല്ലെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ക്രിസ്പ് ആവും. ആൻഡ് നമ്മുടെ വീഡിയോയിൽ ചെറിയ ബ്ലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷാർപ്നെസ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് സൂം ചെയ്യുവാണ്, സോ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ആൻഡ് ഞാൻ ഇവിടെ ഷാർപ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്ന കാണാം. ലുക്ക്, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങളുടെ വീഡിയോ കുറച്ചുകൂടെ ക്രിസ്പ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഷാർപ്പൻ ഇഫക്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് അടുത്തായിട്ട് നമ്മുടെ വീഡിയോയിൽ വൈബ്രൻസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ സാച്ചുറേഷനും വൈബ്രൻസും യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസിലുള്ള കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ബട്ട് ഈ വൈബ്രൻസും സാച്ചുറേഷനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. വൈബ്രൻസിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസിലുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ വീഡിയോയിലുള്ള ഗ്രീൻ കളർ കുറവാണ് ആൻഡ് ബാക്കി എല്ലാ കളേഴ്സും കൂടുതലാണെങ്കിൽ നമ്മൾ വൈബ്രൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും ഗ്രീൻ കളർ ആയിരിക്കും പുഷ് ചെയ്യുന്നത്. ബട്ട് സാച്ചുറേഷൻ അങ്ങനെയല്ല. നമ്മൾ സാച്ചുറേഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം എല്ലാ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവും. സോ നിങ്ങൾക്ക് സാച്ചുറേഷനും വൈബ്രൻസും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തായിട്ട് നമുക്കിവിടെ ഷാഡോ ടിൻറ്റും ഹൈലൈറ്റ് ടിൻറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ വീൽസ് യൂസ് ചെയ്ത് നമുക്ക് ഷാഡോസിലെ കളറും ഹൈലൈറ്റ്സിലെ കളറും സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് എനിക്ക് ഈ വീഡിയോയിൽ ഷാഡോ ഏരിയയിൽ ഈ ഏരിയയിലൊക്കെ ഒരു റെഡ് അല്ലെങ്കിൽ യെല്ലോ കളർ വേണമെങ്കിൽ ഞാൻ ഈ കളർ വീലിൽ വന്നിട്ട് റെഡിലോട്ട് അല്ലെങ്കിൽ യെല്ലോയിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഷാഡോ റീജിയനിൽ നമുക്കൊരു യെല്ലോ കളർ വന്നിരിക്കുന്നത് കാണാം. ആൻഡ് എനിക്ക് ഈ ഹൈലൈറ്റ്സ് ഏരിയയിൽ ഒരു ബ്ലൂ കളർ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ടിൻറ്റ് വന്നിട്ട് ബ്ലൂയിലേക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ വീഡിയോയിലെ ഡീറ്റെയിൽസ് പോയിട്ടുണ്ട്. നമ്മളിവിടെ ലൂമ വേവ് ഫോമിൽ നോക്കിയാൽ മനസ്സിലാവും
100ൽ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ബേസിക് കറക്ഷനിൽ പോയിട്ട് എക്സ്പോഷർ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഷാഡോ ടിൻറ്റും ഹൈലൈറ്റ് ടിൻറ്റും യൂസ് ചെയ്ത് ഷാഡോസിലെയും ഹൈലൈറ്റ്സിലെയും കളർ സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ കളർ വീൽസ് നമ്മുടെ വീഡിയോയിലുള്ള സ്കിൻ ടോൺസ് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. സോ പേഴ്സണലി ഞാൻ ഈ കളർ വീൽസ് യൂസ് ചെയ്യാറില്ല. ആൻഡ് അഥവാ ഞാൻ യൂസ് ചെയ്യുവാണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ലട്സിൽ എന്തെങ്കിലും ട്വീക്കിംഗ് വരുത്തണമെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാത്രമേ ഈ കളർ വീൽസ് യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഇനി ഫൈനലായിട്ട് നമുക്കിവിടെ ടിൻറ്റ് ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഷാഡോയുടെ വാല്യൂ ഇൻക്രീസ് ആവും. ആൻഡ് വാല്യൂ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഹൈലൈറ്റ് ടിൻറ്റ് ഇൻക്രീസ് ആവും. സോ ഇങ്ങനെ നമുക്ക് ടിൻറ്റ് ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വീഡിയോ ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബേസിക് കറക്ഷൻ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ബ്ലാക്ക്സ് കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. ഇനി ഹൈലൈറ്റ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് സാച്ചുറേഷൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഹൈലൈറ്റ്സ് കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇത് സെലക്ട് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഷാർപ്നെസ്സിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ദെൻ വൈബ്രൻസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സാച്ചുറേഷൻ ഞാൻ കുറച്ച് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഓക്കെയാണ്. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. സോ ഇങ്ങനെ നമുക്ക് ബേസിക് കറക്ഷനും ക്രിയേറ്റീവ് ടാബ് യൂസ് ചെയ്ത് വീഡിയോ കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. ആൻഡ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കേർവ്സിനെ കുറിച്ചാണ്. ആൻഡ് കേർവ്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ബിക്കോസ് കേർവ്സ് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്കത് യൂസ് ചെയ്ത് കളർ ഗ്രേഡിങ്, കളർ കറക്ഷന് എല്ലാം ചെയ്യാൻ പറ്റും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ആൻഡ് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രീമിയറിൽ എങ്ങനെ ലട്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ആൻഡ് ഞാൻ വിൻഡോസിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾ മാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള പാത്ത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആദ്യം തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് സി ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് അഡോബ് സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് അഡോബ് പ്രീമിയർ പ്രോ സെലക്ട് ചെയ്യാം. ലുമിട്രി, ലട്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റീവ്, ലെഗസി ആൻഡ് ടെക്നിക്കൽ ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റീവ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ലട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ക്രിയേറ്റീവ് ടാബിൽ ഈ ലട്സ് ഇൻസ്റ്റാൾ ആയിക്കോളും. ആൻഡ് ഇവിടെ നമ്മൾ ടെക്നിക്കൽ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ലട്ട് പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ബേസിക് കറക്ഷനിൽ ലട്ട് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ആൻഡ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ലട്സ് ഒന്നും ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ പ്രീമിയർ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി. ലട്സ് എല്ലാം ഇവിടെ വന്നോളും. ആൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റീവ് ടാബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ആൻഡ് അടുത്തായിട്ട് നമ്മൾ കേർവ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ആ വീഡിയോ കാണാൻ വേണ്ടി ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് പ്രീവിയസ് എപ്പിസോഡ് കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.